ഹായ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നാരങ്ങ വെള്ളത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. വെറും നാരങ്ങ വെള്ളമല്ല, നമ്മൾ കടകളിലൊക്കെ പോയി കഴിഞ്ഞാൽ കുടിക്കുന്ന ഒറിജിനൽ ഫ്രഷ് ലൈമിൻ്റെ റെസിപ്പിയാണിത്. അതുപോലെ നമുക്ക് സമ്മറിലൊക്കെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റിഫ്രഷിംഗ് ഡ്രിങ്ക് കൂടിയാണ്. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ ഇതെങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ 400 ml ഒരു ഗ്ലാസ് നാരങ്ങ വെള്ളമാണ് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. അതിന് നമുക്ക് ഈ ഒരു മീഡിയം സൈസ് ചെറുനാരങ്ങ ആവശ്യമായിട്ടുണ്ട്. ഒരു കഷ്ണം ഇഞ്ചി വേണം. ഇഞ്ചി എടുക്കുമ്പോൾ വളരെ ചെറിയ കഷ്ണം എടുക്കുക. ഇഞ്ചിയുടെ അളവ് കൂടിക്കഴിഞ്ഞാൽ വെള്ളം ഒരു കയ്പ് ടേസ്റ്റ് അടിക്കും. 2 മീഡിയം സൈസ് ഏലക്കായ കൂടെ വേണം. ഏലക്കായ വളരെ ചെറുതാണെങ്കിൽ 3 വരെ എടുക്കാം. അതുപോലെ ഒരു 1/4 കപ്പ് പഞ്ചസാര കൂടെ വേണം. ഇത് ടേബിൾ സ്പൂൺ കണക്ക് പറയുവാണെങ്കിൽ ഒരു 3.5 ടേബിൾ സ്പൂണോളം വരും. പഞ്ചസാരയുടെയൊക്കെ അളവ് നിങ്ങളുടെ മധുരത്തിനനുസരിച്ചിട്ട് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഇനി ഈ ഫ്രഷ് ലൈം തയ്യാറാക്കി എടുക്കുന്നതിനായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പഞ്ചസാരയും ഏലക്കായും ഒന്നിട്ട് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഒരു ഗ്ലാസ് വെള്ളത്തിൽ 1/4 ഗ്ലാസോളം ചേർത്ത് കൊടുക്കാം. ഇനി ഇത് മിക്സിയിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മളെ പഞ്ചസാര ഫുൾ വെള്ളത്തിൽ നന്നായിട്ട് അലിഞ്ഞു കിട്ടും. അപ്പോൾ ഞാനിത് മിക്സിയിലിട്ട് അടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ പഞ്ചസാരയൊക്കെ വെള്ളത്തിൽ നന്നായിട്ട് അലിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഒരു കഷ്ണം ഇഞ്ചി ചേർത്ത് കൊടുക്കാം. അതുപോലെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചെറുനാരങ്ങ കൂടെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ചെറുനാരങ്ങ ഇടുമ്പോൾ കുരുവൊക്കെ കളയാൻ പറ്റുവാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. അങ്ങനെയാണെങ്കിൽ കയ്പ് ടേസ്റ്റൊന്നും ഉണ്ടാവില്ല. ഇനി നമുക്ക് ഇതിലേക്ക് ബാക്കി വെള്ളവും കൂടെ ചേർത്തിട്ട് ഒന്നിത് അടിച്ചെടുക്കാം. ചെറുനാരങ്ങയും ഇഞ്ചിയും ഒരുപാട് സമയം അടിച്ചെടുക്കാൻ പാടില്ല. അതുകൊണ്ടാണ് ഇത് നമ്മൾ പഞ്ചസാരയുടെ കൂടെ ഇട്ട് കൊടുക്കാതിരുന്നത്. അപ്പോൾ ഞാനിത് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കണം. ഞാൻ ഈ വെള്ളം നല്ലതുപോലെ ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഐസ് ക്യൂബ്സ് കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഫ്രഷ് ലൈം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക.